ഗോതമ്പ് പൊടി കൊണ്ട് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് ചായക്കടിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് കറിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ നമുക്കൊരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. അപ്പൊ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. അപ്പൊ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിതിപ്പോ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒരുപാടൊന്നും വെക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു 2-3 സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ മാവ് ഒഴിച്ചാൽ മാത്രം മതി, ചുറ്റിച്ചു കൊടുക്കൊന്നും വേണ്ട. കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മാത്രമേ ഇതിന്റെ ഉൾഭാഗം കുക്കായിട്ട് വരുള്ളൂ. ഇനി കുറച്ച് സമയം കുക്കായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറുവശം കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അത് അത്രയേ ഉള്ളൂ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കാം. ഇതുപോലത്തെ നോൺ സ്റ്റിക്കിന്റെ പാൻ ആണെങ്കിൽ കുറച്ച് മാത്രം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഏതെങ്കിലും പാത്രമാണ് എടുക്കുന്നതെങ്കിൽ 1-2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. ഇതുപോലെ നമ്മൾ 1-2 സ്പൂണ് മാവ് ഒഴിച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. നല്ല സിമ്പിൾ ആണ്. രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ചായക്കടിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റ് ചെയ്യണേ.